ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ്, ഞാൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ എഫക്റ്റ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും വരാം. സോ നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂള് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ വർക്ക് ആകുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് കൃത്യമായി വാട്സാപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് നൽകുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോ കോണ്ടാക്ട് റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അതേ റിലേഷൻഷിപ്പ് തന്നെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതേ റിലേഷൻഷിപ്പ് കുറെ കൂടി ബെറ്റർ ടേംസിൽ നമുക്ക് റീകണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അതുമല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അതിന് മുകളിൽ നമുക്ക് ആ ഒരു പവർ റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നോ കോണ്ടാക്ട് റൂള്. സോ ഈ ഒരു നോ കോണ്ടാക്ട് റൂള് ഓരോ ആളുകളും അവരവരുടെ പർപ്പസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എനിവേസ് ഈ ഒരു നോ കോണ്ടാക്ട് റൂള് വർക്കിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സയൻസ് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് കാണിക്കും എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കും. അതൊരു പക്ഷെ ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. നിങ്ങളെ ഡയറക്റ്റ് വിളിക്കുന്നതായിരിക്കാം, മെസ്സേജ് അയക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ള ആളുകളോട്, നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകളോട് ചോദിക്കുന്നതായിരിക്കാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ അവരുടെ ഭാഗത്തുനിന്നും ഒരു ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ വർക്ക് ആകുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവരെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ വന്ന് അത് ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആക്ച്വലി നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അത് ചെറിയൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഇനി വേണ്ട അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഇനി ഒരു രീതിയിലുള്ള കോണ്ടാക്ട് മുന്നോട്ട് എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത ആള് പിന്നീട് ഒരിക്കലും അവരെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ വന്ന് നോക്കാനോ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും ശ്രമിക്കില്ല. സോ ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് എന്നുള്ളതിന്റെ സൈനാണ്. ഇനി മൂന്നാമത്തെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൈനാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരോട് നിങ്ങളെ കുറിച്ച് ഡയറക്റ്റ് ആയി അന്വേഷിക്കുന്നു, അവരുടെ അന്വേഷണം നിങ്ങളോട് പറയാൻ പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ഡയറക്റ്റ് അപ്രോച്ച് അവരിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ് നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ വർക്കിംഗ് ആണ് എന്നുള്ളതിന്റെ. ഇനി നാലാമത്തെ മറ്റൊരു സൈൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു ചേഞ്ചസ് അവരുടെ ബിഹേവിയറിൽ, അവരുടെ പെരുമാറ്റത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ. ഒരുപക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് ഒരു റീസൺ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. അതൊരു പക്ഷേ ഏതെങ്കിലും പ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ചേഞ്ചസ് അവരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ, ഇതുകൂടാതെ നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന രീതിയിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ മനസ്സിലാക്കാം നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയിൽ വർക്ക് ആകുന്നുണ്ട് എന്നുള്ളത്. സോ ഇത്തരത്തിൽ അവരുടെ ഒരു ബിഹേവിയറിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു മാറ്റം അവരിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ ആണ് എന്നുള്ളത്. ദെൻ ഫൈനൽ വൺ, എക്സ്പ്രസ്
their regret. സ്വാഭാവികമായിട്ടും ഒരാളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു റിഗ്രറ്റ്, അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, മിസ്റ്റേക്ക് എന്റെ ഭാഗത്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു റിയലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി സോറി പറയും, അപ്പോളജി ചെയ്യും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു റിഗ്രറ്റ് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോറി പറഞ്ഞുകൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ ആണ് നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു സ്പേസ് കിട്ടുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെപ്പോഴും അവിടെ ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് ആ ഒരു ടൈം അലോ ചെയ്യുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു അസസ്മെന്റ് അവിടെ നടക്കുന്നത്. ശരിയായിരുന്നോ തെറ്റായിരുന്നോ, എൻ്റെ ഭാഗത്താണോ അതല്ലെങ്കിൽ അവരുടെ ഭാഗത്താണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നതും ഒരു ഡിസിഷനിലേക്ക് വരുന്നതും. സോ അവിടെ ടൈം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നോ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ അവരുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. അവർക്ക് സ്വാഭാവികമായിട്ടും ടൈം കിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ. ഈ പറഞ്ഞ 5 പോയിന്റ്സിനും ഒരു ടൈം കിട്ടുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തത കിട്ടുന്നതിന് കൂടി ആ ഒരു നോ കോണ്ടാക്ട് പീരീഡ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്രയും സൈൻസ് അവരിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ വർക്കിംഗ് ആണ് എന്നുള്ളത്. സോ ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്